കാരണം കണ്ടു ഞങ്ങളുടെ സർപ്രൈസ് നൈസായിട്ടൊന്ന് പാളി പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മെയ് 1. എൻ്റെ സുഹൃത്തും വഴികാട്ടിയും അതിലുപരി എൻ്റെ ഹസ്ബൻഡുമായ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്, തൊഴിലാളി ദിനത്തിൽ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീക്കായിട്ട് എനിക്കിവിടെ പനിയായിരുന്നു. ഇവിടുത്തെ വൈറൽ ഫീവറാണ്, നന്നായിട്ട് പിടിപെട്ടു. കൊറോണ പോലെയൊക്കെയാണ് വന്നത്. ഇപ്പോൾ എനിക്ക് മണമില്ല, രുചിയില്ല, കേൾവിശക്തിയില്ല, എല്ലാം അടിച്ചു പോയി ഗൈസ്. അപ്പോൾ എനിക്ക് മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്ത് ഗിഫ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ കിടന്നിടത്ത് തന്നെയായിരുന്നു, ഒന്നിനും പറ്റാണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അപ്പോൾ ഇന്ന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ബർത്ത്ഡേ അവൻ്റെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വയ്യാഞ്ഞിട്ടും ഞാൻ എഴുന്നേറ്റ് ഒരാഴ്ചയായിരുന്നു തലയൊക്കെ കുളിച്ചിട്ട്. പക്ഷേങ്കിൽ ഞാനിന്ന് തലയൊക്കെ കുളിച്ച് നാളെ ഇനി എനിക്ക് എണീക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ അടുത്ത് ലുലു വില്ലേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അറിയില്ല, പുള്ളിക്ക് ഒട്ടും അറിയില്ല. കാരണം ഞാൻ അതുപോലെ കിടപ്പാണ്, അതുപോലെ എനിക്കൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പുള്ളീൻ്റെ ഞാൻ ഓക്കെ കുഴപ്പമില്ല, പുള്ളിക്ക് അങ്ങനെ ആഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും നെവർ മൈൻഡായിട്ടുള്ള ഒരാളാണ്. ഓവർ അങ്ങനെ എക്സ്പ്രഷനൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഓവർ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സോ ഞാൻ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തട്ടിക്കൂട്ടാം. ഇപ്പോൾ 4 മണിയാകുമ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് ഇവിടെ വരും. ഇപ്പോൾ സമയം 2 മണിയായി. അവിടെ ചെന്നു, ഗിഫ്റ്റ് വാങ്ങുന്നു, തിരിച്ചു വരുന്നു, കൊടുക്കുന്നു. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും കേക്ക് മേടിക്കണം, കേക്ക് കട്ട് ചെയ്യുന്നു. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ നമുക്ക് ആഘോഷിക്കാം, സൺഡേ എല്ലാവരെയും വിളിക്കാം, തന്നെ എനിക്ക് ഓക്കെ ആകും. എല്ലാവർക്കും സൺഡേ ആണല്ലോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേ, അപ്പം നമുക്ക് ആക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനൊന്നും ആവശ്യമില്ലെന്നുള്ള മട്ടിലാണ് പുള്ളി പറഞ്ഞത്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ കൺവിൻസിങ് സ്റ്റാറായി അവിടെ, നമുക്ക് സൺഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ 6 ബർത്ത്ഡേ ആയാലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടാടും ബർത്ത്ഡേ, ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നുമില്ല. സോ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി മേടിക്കാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. മൂടഞ്ഞ വെയിലാണ്, പോകുന്ന വഴിക്ക് തലറി വീഴുമൊന്നുമില്ല, അറിയില്ല. എനിവേ ഇവിടെ അടുത്താണ്, ഒരു 10 മിനിറ്റ്സ് വാക്കിങ്ങേ ഉള്ളൂ. എങ്കിൽ കൂടിയും ഞാൻ ടാക്സിക്കാണ് പോകുന്നത്, കാരണം എനിക്ക് വെയിൽ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. കാണുന്നുണ്ടോയെന്നറിയത്തില്ല, ഇതാണ് ലുലു വില്ലേജ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചും കടകൾ, ഷോപ്പുകളും, ഫാർമസി, ക്ലിനിക്ക്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എൻ്റെ പള്ളി ഇവിടെ എത്തിയപ്പോഴത്തേനും ചത്ത് ആകെ അവിടെ നിന്നൊരു ടാക്സി ഇറങ്ങിയിട്ട് 2 മിനിറ്റ് നടന്നതേ ഉള്ളൂ. ഞാനാണെങ്കിൽ നോക്കി നടക്കുന്ന കട, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോകാനുമുണ്ട്. മുടിഞ്ഞ വെയിലും 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ചൂട്. അപ്പോൾ ഭയങ്കര തന്നെ. ഇവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ നടക്കുന്നുണ്ട്, കയറി നോക്കാം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിനും 50% ഓഫ്. ഞാൻ വന്ന സമയം ഏതായാലും നല്ലതാണ്. വിവേക്സി ജോയിൻ ചെയ്തിട്ട് പോയി. അമ്പാടി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അമ്പാടി ഒരു ഫോർമൽ ഷർട്ട് എന്തെങ്കിലും എടുക്കും. അമ്പാടി ഷർട്ട് വേണം. ബോഡിയിൽ യൂസ് ചെയ്യാൻ ബെസ്റ്റാണ്.
വി ഫൗണ്ട് ബർത്ത്ഡേ പോയി. ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു. ജിക്സി ആണെങ്കിൽ എവിടെയോ പോയി. ഞങ്ങൾ 3 പേരുമാണ് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ ബൈ. ഞങ്ങളുടെ സർപ്രൈസ് നൈസായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ കുറച്ചൊക്കെ കണ്ടുപിടിച്ചു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫുൾ സർപ്രൈസ് കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ കേക്ക്. നോക്കട്ടെ. സൈഡ് തട്ടിയിരിക്കുന്നു. ബീന്ന് ഞാൻ സൗണ്ട് കേണ്ട വരുമല്ലോ. ആണ് നമ്മളെ കേക്ക്. വിവേക്സി അതെടുത്ത് താഴെ വെക്കുന്നു. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ വിഷ്ണു. ആദ്യം സ്വന്തം തിന്ന വിഷ്ണു. സ്വന്തം തിന്നടാ. ഇവനൊരു സർഗാത്മകയില്ല. സ്വന്തം തിന്നാൻ പറഞ്ഞിട്ട് തിന്നുന്നില്ല കൈസ്. ഭയങ്കര മധുരം. പ്ലാശ്ശേരി. ഓ ഭയങ്കര ആള്. അപൂർവ നിമിഷങ്ങളാണ് ഇതൊക്കെ. എടാ വായി വെച്ചു കൊടുക്കടാ. രണ്ടുപേരും ഇൻട്രോവേർട്ടുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഇൻട്രോവേർട്ടല്ല. അങ്ങനെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ചു. ഡിഡ് യു എക്സ്പെക്ട്? യെസ്. കാരണം കണ്ടു, സർപ്രൈസ് കണ്ടു. ഞങ്ങള് വിവേക്സീനെ വിട്ട് ഞാൻ കേക്കെല്ലാം വെളുപ്പിച്ചിട്ടാ. ഹായ്. എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ ചെറുക്കൻ ഫ്രിഡ്ജ് ചെന്ന് തുറന്നു നോക്കി ഗൈസ്. അൺബിലീവബിൾ. ഇല്ലെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജ് തുറന്നു നോക്കാത്തതാണ്. പക്ഷെ തുറന്നു നോക്കി. ആ സർപ്രൈസ് ഉള്ള ആ കേക്ക് കണ്ടു. എന്ത് ചെയ്യാൻ? ഈ ചക്കക്കൂട്ടം കാണാത്ത പിള്ളേരെ പോലെ ഇങ്ങനെ ആർത്തി കാണിക്കാതെ വിവേക്സി. ഈ വിവേക്സിയുടെ ഒരു കാര്യം. യെസ്, എനിക്ക് ചെറിയൊരു പീസ്. ഞാൻ ഷുഗർ ഡയറ്റാണ്. എന്തൊരു പുച്ഛിക്കുന്നു. താങ്കൾ 20കളിൽ നിന്ന് താങ്ക് യു സോ മച്ച്. 30കളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കിളവനാണ് നിൽക്കുന്നത്. സൂൺ ടു ബി ഞാനും വരുന്നതായിരിക്കും 30കളിലേക്ക് ജോയിൻ ചെയ്യാൻ. പക്ഷെ ഇപ്പോഴല്ല, ഒരു 3-4 വർഷം കഴിയട്ടെ. വിവേക്സി നീ എപ്പോഴാണ് 30ലേക്ക് പോവാൻ പോകുന്നത്? ആ ശരിയാ. ഇവര് തമ്മിൽ ഏകദേശം ഒരു 7-8 മാസത്തിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ? സത്യം പറഞ്ഞാ 1 വർഷത്തിന്റെയോ? 1 വർഷം 3 മാസോ? 1 വർഷം 2 മാസോ? 10 മാസം അവളെ കണ്ടിട്ട്. അപ്പൊ ഇവരൊക്കെ എന്റെ ചേച്ചിയാണ്, ചേട്ടനാണ് പ്രത്യക്ഷത്തിൽ. ശരിക്കും പറഞ്ഞാൽ എന്റെ ഗിഫ്റ്റിന്റെ ഡീറ്റെയിൽസും അറിയാം. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പരിന്റെ ഇടയ്ക്കൊക്കെ പോയി മേടിച്ചല്ലേ. അപ്പൊ അതും കൂടി ഒന്ന് കൊടുക്കാം. ഇത് അവിടുന്ന് മേടിച്ച ഗിഫ്റ്റാണ്. എന്തായാലും കവറൊക്കെ തന്നതാണ് അവിടുന്ന്. കൊണ്ട് കവറിൽ തന്നെ കൊടുക്കാം. Okay. So expensive, you know. Happy birthday to you. Thank you. ഇനി അവനത് പൊട്ടിക്കുന്നതാണ്. വിറകില്ല. ബില്ലുണ്ട് മാറ്റി മേടിക്കാൻ. എന്തിനാ പെർഫ്യൂം മാറ്റി മേടിക്കുന്നത് അല്ലേ? ഓൾറെഡി ഇവൻ കണ്ടു. എന്റെ ഡെബിറ്റായ മെസ്സേജ് കണ്ടുപോയി. എന്ത് ചെയ്യാൻ? ആ മെസ്സേജ് ഫോണിൽ കണ്ടോണ്ട് മാത്രം അവന് പെർഫ്യൂം വന്ന് മനസ്സിലായി.
ഇല്ലെങ്കിൽ അവനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ലായിരുന്നു. കാരണം ഇവിടുത്തെ പെർഫ്യൂം തീർന്നിരിക്കുവായിരുന്നു. ഇതെന്തോ അതിലാണോ കുളിയും പല്ല് തേപ്പൊക്കെ? അതിലാണോ കുളിയും പല്ല് തേപ്പൊക്കെ? സോറി, അത് 190 ആയിരുന്നു. ആ എത്രയാ 70 രൂപ കുറച്ചതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണുന്നത്. കുറെ മണത്ത് മണമില്ലാഞ്ഞിട്ട് ഞാൻ അമ്പാടിനെ കൊണ്ട് വരെ മണപ്പിച്ചു, എന്നിട്ടാണ് ഇത് മേടിച്ചത്. കോഫി ഫ്ലേവർ ആണെന്ന് തോന്നല്ലേ? എനിക്കറിയില്ല മണം എന്താന്ന് കൂടി. നല്ലതാണോ? നല്ലതാണോ? അപ്പൊ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് അവന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ആദ്യം നോക്കിയത് മെസ്സേജ് ഇവനറിയില്ല, അറിയുന്ന പോലെ ബുദ്ധിമാനായിട്ട് കളിക്കുന്നതാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. എന്തോ ഗിഫ്റ്റ് ഗ്യാസ് സർപ്രൈസ്? യെസ്, അമ്പാടിക്കറിയാം. ഞാനും അമ്പാടിയും കൂടെ സെലക്ട് ചെയ്തൊരു സാധനമാണ്. ഇതിനും വലിയ കത്രിക സ്വപ്നങ്ങളിൽ മാത്രം കാണിക്കും അമ്പാടി. What do you mean? This is cover നോക്കടാ. ലുലു വില്ലേജിൽ പോയി ഞാൻ. എന്റെ കയ്യില് ഞാൻ പിശുക്കായി ഞാൻ കയ്യില് പൈസ മുടക്കിയിട്ട് മേടിച്ചോട്ട് സാധനം സൈസ് കറക്റ്റാ മാറ്റിയെടുക്കാന്നോ? കാരണം പാന്റ് മേടിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ അത് അറിഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്തു. അതാണ് ഒരു കളർ പെൻസിലും ക്യാൻവാസ്. അതിന്റെ പ്രൈസ് നോക്കൂ താങ്കൾ. പ്രൈസ് ഇല്ലേ നമുക്ക്? പ്രൈസ് ഉണ്ടായിരുന്നല്ലോ. അതേണ്ടേ അത് ഷർട്ടിന്റെ ആണോ പാന്റിന്റെ ആണോ? പാന്റിന്റെ. അത് ഒരു താങ്ക്സ് പറയാനേ. ഓക്കെ, അങ്ങനെ എന്റെ ഗിഫ്റ്റ് അറിഞ്ഞത് ഫ്ലോപ്പ് ആയിപ്പോയി, പക്ഷെ ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഇടാൻ പോയിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തായാലും ഫ്ലോപ്പായി പോയ സർപ്രൈസ് വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാ സർപ്രൈസും ഇങ്ങനെ ഫ്ലോപ്പ് ആകാനാണ് എൻ്റെ വിധി. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.